ചേട്ടാ, നമ്മൾ എപ്പോഴും ബലിദാനികളുടെയും രക്തസാക്ഷികളുടെയും എല്ലാം കഥകൾ പറയാറുണ്ട്. അപ്പോൾ ഇന്ന് കണ്ണൂർ ജില്ലയിലെ പടുവിലായിൽ നടന്ന ഒരു അക്രമ സംഭവത്തിൽ ജീവൻ നഷ്ടപ്പെട്ട ഒരു ബലിദാനി പടുവിലായി ഷാജി, അദ്ദേഹത്തിൻ്റെ അനുസ്മരണ ദിവസങ്ങളായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ കഴിഞ്ഞു പോയത്. 17-ാം തീയതി. അതെ. അപ്പോൾ കണ്ണൂർ ജില്ലയിലെ ഒരു CPM കുടുംബത്തിൽ ജനിച്ചു വളർന്ന പിന്നീട് സംഘത്തിലേക്ക് വഴിമാറിപ്പോയ പടുവിലായി ഷാജി CPMൻ്റെ ആക്രമണത്തിനിരയായാണ് കൊല്ലപ്പെട്ടത്. ആ സംഭവം ഓർക്കുന്നുണ്ടോ? ഇത് പഴയ കേസാണ്. ഇത് നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്ന 2016-ലാണ്. അതായത് ഹൈക്കോടതി ഇവരുടെ ശിക്ഷ ശരിവെച്ചു. KV ഉമേഷ് ബാബു, CK അശോകൻ, പറമ്പിൽ പ്രമോദ്, KV ശ്രീധരൻ, KC രാജേഷ്, രാജീവൻ, രാജീവൻ, MK സുരേന്ദ്രൻ, വടവതി അശോകൻ എന്ന K അശോകൻ, ഇത്രയും പേരായിരുന്നു പ്രതികൾ. ഹൈക്കോടതിക്ക് മുമ്പാകെ വന്ന പ്രതികൾ. അതായത് ഇവർ ഇതിന് വന്നതാണ്. ഏതാ? ശിക്ഷാ ഇളവ് തേടി വന്നതാണ്. ശിക്ഷാ ഇളവ് അപ്പീലുമായി വന്നതാണ്. അപ്പോൾ ഹൈക്കോടതി ഇവരുടെ ശിക്ഷ ശരിവെച്ചു. അതായത് പ്രതികൾ വെച്ച വാദം കൂടെ ഉണ്ടായിരുന്ന സാക്ഷി എന്ന് പറയുന്നത് ഈ VP ഷാജിയുടെ സുഹൃത്ത്. VP ഷാജി പടുവിലായി ഷാജിയുടെ വിളിക്കുന്ന പേരാണ്, യഥാർത്ഥ പേര്, ഒറിജിനൽ പേര്, ഒഫീഷ്യൽ നെയിം. അപ്പോൾ അദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്ന പിന്നെ സുഹൃത്തിന് പരിക്കേറ്റിട്ടില്ല. പിന്നെ എങ്ങനെയാണ് അക്രമം എന്ന് പറയുക എന്നതായിരുന്നു പ്രതിഭാഗത്തിന്റെ വാദം. എന്തുകൊണ്ട് അക്രമം ഏറ്റില്ല എന്നറിയാമോ? ഇത് ഓടിക്കൊള്ളാൻ പറഞ്ഞു ഷാജി സുഹൃത്തിനോട് പറഞ്ഞു, സ്വന്തം ജീവൻ പൊക്കോട്ടെ, തന്റെ സുഹൃത്ത് രക്ഷപ്പെടട്ടെ, നീ ഓടിക്കൊള്ളാൻ പറഞ്ഞു. അങ്ങനെ ദൂരെ പോയിട്ട് അയാൾ തിരിഞ്ഞു നിന്നതാണ് കഥ. ഇത് വേങ്ങാട് പഞ്ചായത്താണ്, CPMന്റെ വേങ്ങാട് പഞ്ചായത്തിലെ പടുവിലായി ദേശം. ഈ വേങ്ങാട് എന്നൊക്കെ പറഞ്ഞാൽ CPMന്റെ ഒരു കാലത്ത് ഭയങ്കര കോട്ടയായിരുന്നു, ഉരുക്ക് കോട്ടയായിരുന്നു CPMന്റെ. അപ്പോൾ ഇദ്ദേഹം ഓടിക്കൊള്ളാൻ പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹം കുറച്ചു നേരം ഓടിയിട്ട് പിന്നെയും തിരിഞ്ഞു നിന്നപ്പോൾ പിന്നെയും അവിടെ കിടന്ന് പറഞ്ഞു, പോടാന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് സുഹൃത്തിന് പരിക്കേൽക്കാത്തത് ഒരു അക്രമം നടന്നിട്ടില്ല എന്നതിൻ്റെ ശരിയായ വശമല്ല എന്ന് ഹൈക്കോടതി നിരീക്ഷിച്ചു. എന്നിട്ടാണ് എല്ലാത്തിനും ജീവപര്യന്തം കൊടുത്തത്. നവംബർ 17, 2002 CPM പ്രവർത്തകനായിരുന്നു. അന്നത്തെ പഴയൊരു മുദ്രാവാക്യം നമ്മുടെ അവിടുത്തെ ഒരു സീനിയർ ജേർണലിസ്റ്റ് എനിക്ക് മുമ്പ് പറഞ്ഞു തന്നിട്ടുണ്ട്. വെട്ടും നിന്നെ, കൊല്ലും നിന്നെ, വെള്ള പുതച്ച് കിടത്തും നിന്നെ എന്ന് ഷാജിയുടെ വീട്ടിന് മുന്നിൽ കിടന്ന് വിളിച്ചു. ഷാജിയുടെ അമ്മ ശാന്ത വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ലേഡിയാണ്. അപ്പോൾ അവർ സ്ട്രോങ് ആയിട്ടുള്ളൊരു കുടുംബമാണ്. നല്ലൊരു കമ്മ്യൂണിസ്റ്റ് കുടുംബമായി, കമ്മ്യൂണിസ്റ്റ് ഫാമിലി. അത് കമ്മ്യൂണിസ്റ്റ് ഫാമിലിയാണ്. അവിടെ നിന്നാണ് ഈ പറയുന്ന ഈ സംഘത്തിലേക്ക് വഴിമാറി വരുന്നത്. അറിയാമല്ലോ, ഒരു പാർട്ടി പ്രവർത്തകൻ പാർട്ടി കോട്ടയിൽ നിന്നും RSSലേക്ക് മാറ്റപ്പെട്ടാൽ CPMനുണ്ടാകുന്ന വിരോധം എത്രത്തോളം അറിയാമല്ലോ. പ്രത്യേകിച്ച് ഈ കണ്ണൂരിലെ പാർട്ടി ഗ്രാമങ്ങളിൽ അവരെന്ത് ചെയ്യും എന്നുള്ളത് കൃത്യമായി, അത് പ്രത്യേകിച്ചും കാലഘട്ടം 2002 പാർട്ടി ഏതാണ്ട് അവിടുന്ന് പുറകോട്ട് പോകുമ്പോൾ ഒരുപാട് അക്രമ സംഭവങ്ങളും കൊലപാതകങ്ങളും, അവിടെ ഏതാണ്ട് 130-120 കൊലപാതകം നടന്നിട്ടുണ്ട് അവിടെ. എന്നിട്ടും പാർട്ടി കോട്ടയ്ക്കകത്ത് ഒരാൾ ഇറങ്ങി വരിക എന്ന് വെച്ചാൽ അയാളുടെ ധൈര്യം എന്താണെന്ന് ആലോചിച്ച് നോക്കൂ. ഈ ഷാജി എന്ന് പറഞ്ഞ പടുവിലായി ഷാജിയുടെ ധൈര്യം ഒന്ന് ആലോചിച്ച് നോക്കണം. സ്വന്തം വീട്ടിന്റെ മുന്നിൽ നിന്നാണ് വെട്ടും നിന്നെ, കൊല്ലും നിന്നെ, വെള്ള പുതച്ച് കിടത്തും നിന്നെ എന്ന് ഇവർ മുദ്രാവാക്യം വിളിച്ചത്. എന്നിട്ടും പോയില്ല, എന്നിട്ടും പേടിച്ചില്ല. പിന്നെന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ശാഖയ്ക്ക് പോയി. ഈ നവംബർ 17-ാം തീയതിയിൽ വൈകുന്നേരം ശാഖയ്ക്ക് പോയിട്ട് തിരിച്ചു വരുമ്പോഴാണ് ഈ ക്രൈം അവിടെ ഉണ്ടാകുന്നത്. ഈ ക്രൈം ഓർഗനൈസ് ചെയ്യുന്നത് കൂത്തുറമ്പ് ഏരിയ കമ്മിറ്റിയാണ്. അവരുടെ തീരുമാനമായിരുന്നു. വത്സൻ അന്നത്തെ ഏരിയ സെക്രട്ടറി. അത് പിന്നീട് പോലീസ് കണ്ടെത്തി. പിന്നെ വത്സനെ പ്രതിയാക്കി. വത്സനെ കീഴ്ക്കോടതി തന്നെ വെറുതെ വിട്ടു. അഡീഷണൽ സെഷൻസ് കോടതി അത് വെറുതെ വിട്ടു. അദ്ദേഹത്തെ വെറുതെ വിട്ടോളാം. അദ്ദേഹത്തിനെ വെറുതെ വിട്ടതിനെതിരെ ഷാജിയുടെ മാതാവ് ശാന്തേതാന്റെ ശാന്ത കൊടുത്ത ഹർജിയും തള്ളിക്കളഞ്ഞായിരുന്നു ഹൈക്കോടതി തള്ളിക്കളഞ്ഞുകൊണ്ടാണ് ഇവരുടെയൊക്കെ ശിക്ഷ നടപ്പാക്കിയത്. ക്രൂരമായ കൊലപാതകമായിരുന്നു കേട്ടോ. ഏറ്റവും ക്രൂരമായിട്ടുള്ള കണ്ണൂരിൽ നടന്ന കൊലപാതകങ്ങളിൽ ഒന്നാണ് ഈ പറയുന്ന പിന്നെ ഇദ്ദേഹത്തിന്റെ പടുവിലായി ഷാജി കൊലപാതകം. എങ്ങനെയായിരുന്നു? ഇത് വെട്ടി ഞുറുക്കി കളഞ്ഞു, പീസാക്കി കളഞ്ഞു. മൃതശരീരത്തോട് പോലും അപമാനിച്ചു അവര് അതിനെ. അത്ര ക്രൂരമായിട്ടാണ് കൊന്നത്. ഇത്രയും വെട്ടി
അപ്പോൾ എന്നിട്ടാണ് ഇവർ പോയി വാദിച്ചത്. സുഹൃത്തിന് പരിക്കേറ്റിട്ടില്ല, പിന്നെ എങ്ങനെയാണ് അക്രമം നടന്നു നിങ്ങൾ പറയുന്നത്? മരിച്ചവരൊന്നുമില്ല, മരിച്ചവരൊരു തെളിവല്ല. മരിച്ചതൊന്നും ഒരു തെളിവേ അല്ല. തെളിവേ അല്ല. അതായത് സുഹൃത്തുണ്ട്, സുഹൃത്തിന് പരിക്കേറ്റിട്ടില്ല, പിന്നെ എങ്ങനെയുണ്ട്? എങ്ങനെയാണ്? രണ്ടുപേർ നടന്നു എന്നാണല്ലോ നിങ്ങളുടെ കുറ്റപത്രത്തിൽ പറഞ്ഞിരിക്കുന്നത്. രണ്ടുപേർ നടന്നു പോകുന്നു. ഷാജിയുടെ സുഹൃത്ത് നടന്നു പോകുന്നു. ഷാജി പിന്നെ കൊല ചെയ്യപ്പെട്ടു. അങ്ങനെയാണെങ്കിൽ സുഹൃത്തിനെയും ആക്രമിക്കണ്ടേ? അത് ആക്രമിച്ചില്ലല്ലോ. അത് ഈ ഷാജിയുടെ ഒരു നന്മയുടെ ഭാഗമാണ്. അതായത് ഒരു സുഹൃത്ത് ബന്ധം, ആത്മാർത്ഥ സുഹൃത്തിനെ കൊലയാളികൾക്ക് ഇട്ടുകൊടുക്കാതെ ഓടി രക്ഷപ്പെടാൻ പറഞ്ഞു. തന്റെ ജീവൻ നഷ്ടപ്പെട്ടാലും സുഹൃത്ത് രക്ഷപ്പെടണം. വളഞ്ഞു കഴിഞ്ഞല്ലോ, ഇനി രക്ഷപ്പെടാൻ പാടാണെന്ന് മനസ്സിലായി. അതപ്പോഴാണ് തള്ളി മാറ്റി ഓടിപ്പിച്ചു വിട്ടത്. അപ്പോൾ വെട്ടിയപ്പോഴും പറഞ്ഞു, ആദ്യത്തെ വെട്ടുകൊണ്ടപ്പോൾ തന്നെ അയാൾ തിരിഞ്ഞു നോക്കി എന്നാണ് കഥ. ഇതൊക്കെ നമ്മുടെ കണ്ണൂരിലത്തെ പഴയ റിപ്പോർട്ടേഴ്സിൻ്റെ അതിൽ നിന്നും നമ്മൾ ഇത് 2016 ഇതിൻ്റെ ശിക്ഷാവിധി വരുന്നത്. അന്നേരമാണ് ഈ പടുവിലായി ഷാജിയുടെ കഥ ഞാൻ എടുക്കുന്നത്. പിന്നീട് ഈ അടുത്തിടയ്ക്ക് ഇതിൻ്റെ ഒരു റിപ്പോർട്ട് ഞാൻ കൊടുത്തായിരുന്നു, വാർത്ത കൊടുത്തായിരുന്നു. അതായത് ഇവർ കിടക്കുന്നത് അതിൽ എനിക്ക് തോന്നുന്നു CK അശോകനാണെന്ന് തോന്നുന്നു. CK അശോകൻ, ഇതിന് മുമ്പ് ഞാൻ ഒരു വാർത്ത കൊടുത്തായിരുന്നു. ഈ CK അശോകൻ കണ്ണൂർ സെൻട്രൽ ജയിലിൽ കിടന്ന് ഫോൺ വിളിച്ചു. ഫോൺ വിളിക്കുന്നതിൻ്റെ CCTV വിഷ്വൽ പുറത്തു വന്നു. ജയിൽ സൂപ്രണ്ട് ഇത് മേലോട്ട് റിപ്പോർട്ട് ചെയ്തു. ഇയാൾക്ക് ഇതിൽ കിടന്ന് ഫോൺ വിളിച്ചിട്ടുണ്ടെന്ന് റിപ്പോർട്ട് ചെയ്തു. ജയിലിനുള്ളിൽ ഒരു പ്രതി, ശിക്ഷിക്കപ്പെട്ട ഒരു പ്രതി ജയിലിനുള്ളിൽ കിടന്ന് ഒരു ക്രൈം കൂടി ചെയ്തു കഴിഞ്ഞാൽ അത് ശിക്ഷ അളവിനെ ബാധിക്കും, അല്ലേ? അതാണ് നിയമം. ജയിൽ നിയമമാണ്, ജയിൽ ചട്ടമാണ്. ശിക്ഷ അളവിനെ അത് ബാധിക്കും. എന്നിട്ടും ചീമേനി തുറന്ന ജയിലിലേക്ക് മാറ്റി ഇതിനെ മൊത്തത്തിനെ. ഇതിൽ ഒരാൾ മരണപ്പെട്ടിട്ടുണ്ട്, ആരാണെന്ന് ഞാൻ മറന്നുപോയി. ഇതിലൊരാൾ, ബാക്കി 7 പേരെയും ചീമേനി തുറന്ന ജയിലിലേക്ക്, കാസർഗോഡത്തേക്ക് മാറ്റി. അതാണ് ഒന്ന് ആലോചിച്ച് നോക്കണം. ഭരണത്തിൽ ഇരിക്കുമ്പോൾ എന്നും കാട്ടിക്കൂട്ടാം. ജയിൽ ചട്ടപ്രകാരം ഒരു കാരണവശാലും മാറ്റം പറ്റില്ല. ഈ ഒരു പ്രതിക്ക് മാനസാന്തരം സംഭവിച്ചു എന്ന് ബോധ്യപ്പെടുമ്പോഴാണ് ഒരാളെ തുറന്ന ജയിലിലേക്ക് വിടുന്നത്. വെറുതെ ഒന്നുമല്ല വിടുന്നത്. ഒരു പ്രതിക്ക് മാനസാന്തരം സംഭവിച്ചു, ഇനി അയാളെ തുറന്ന ജയിലിലേക്ക് മാറ്റിയാൽ അയാൾ അവിടെ ബാക്കിയുള്ള ശിഷ്ടകാലം, അയാളുടെ ശിക്ഷയുടെ ശിഷ്ടകാലം അവിടെ നല്ല പ്രവൃത്തികളൊക്കെ ചെയ്ത് അയാൾക്ക് പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കാൻ സാധിക്കുമെന്ന് മനസ്സിലാകുമ്പോഴാണ് ഈ അടച്ചിട്ട ഈ പറയുന്ന 4 ചുവരുകളിൽ നിന്ന് ഒരു പ്രതിയെ സ്വതന്ത്രനാക്കി തുറന്ന ജയിലിലേക്ക് വിടുന്നത്. ഈ പറയുന്ന അശോകനും, വടവതിൽ അശോകനും, സുരേന്ദ്രനും ഒക്കെ, ഉമേഷിനും, KV ഉമേഷിനും ഒക്കെ എന്ത് മാറ്റം സംഭവിച്ചത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ 7 പേരെ എടുത്ത് മാറ്റി ചീമേനിയിലേക്ക് മാറ്റിച്ചു. ഇത്രയും പേരെയും കഴിഞ്ഞ ജയിൽ വകുപ്പിൻ്റെ റിപ്പോർട്ടിൽ ഇത്രയും പേരെ, ഈ 15 പേരെ, അതായത് ശിക്ഷാ ഇളവ് നൽകി പുറത്തുവിടാനുള്ള 15 പേരുടെ ലിസ്റ്റിൽ ഈ 7 പേരുണ്ട്. എടുത്തു പോകും. 7 പേരെയും പുറത്തുവിടാൻ പോകുകയെന്ന് പറഞ്ഞ് ശിക്ഷാ ഇളവ് ലിസ്റ്റ് കിടക്കുന്നു. ഞാൻ എടുത്ത് വാർത്ത കൊടുത്തു. 7 പേരെ പുറത്തുവിടാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട്. CPMൻ്റെ പ്രതികൾ 2016 മുതലേ അവർ ജയിലിൽ കിടക്കുന്നത്. ഇപ്പം എത്ര വർഷമായി? 8 വർഷം ശിക്ഷ കഴിഞ്ഞു. ഇതിൻ്റെ ഇടയ്ക്ക് എത്ര പരോൾ കിട്ടിയെന്നറിയൂ? നിരത്തിപ്പിടിച്ച് പരോളായിരുന്നു. ഭരിക്കുന്ന ആരാ? ഇവരല്ലേ. പിന്നെ എന്തും കാണിക്കും. ഈ പടുവിലായി ഷാജിയുടെ മരണം അവിടെ സംഘം കൂടുതൽ അടിത്തറ പാകാനൊരു കാരണമായി. പിന്നീട് അവിടെ RSSന്റെ കൊടി ഉയർന്നു തുടങ്ങി. പിന്നീട് ഇങ്ങോട്ട് RSSന്റെ കൊടി വേങ്ങാട് പഞ്ചായത്തിൽ ഉയർന്നിട്ടുണ്ട്. അത് പിന്നെ അല്ലാണ്ട് തന്നെ വോട്ട് വീണു തുടങ്ങി പെട്ടിയിൽ. രഹസ്യ ബാലറ്റാണല്ലോ. അത് പോയി പിന്നെ കുത്തി കൊടുത്തിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്ക് ഇത് ആരാണെന്ന് ഇവരെങ്ങനെ കണ്ടുപിടിക്കാൻ? ഇന്ന ആളാണ് കുത്തിയത് എന്ന് ഇവരെങ്ങനെ കണ്ടുപിടിക്കാന്? നേരത്തെ തന്നെ ഈ അഡീഷണൽ സെഷൻസ് കോടതി ജീവപര്യത്തിന് ശിക്ഷിച്ചവരെ, ഇവരെല്ലാവരെയും. അതിൽ 9ാം പ്രതിയാണെന്ന് തോന്നുന്നു. 9ാം പ്രതി പിന്നെ 9ാം പ്രതിയെ കൂടി ശിക്ഷിച്ചായിരുന്നു. ഈ 9ാം പ്രതിയെ പിന്നീട് ഹൈക്കോടതി വെറുതെ വിട്ടു. തെളിവുകളുടെ അഭാവത്തിൽ ഗൂഢാലോചന നിലനിൽക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഹൈക്കോടതി 9ാം പ്രതിയെ വെറുതെ വിട്ടു. ബാക്കി എല്ലാവരുടെയും ശിക്ഷ ഹൈക്കോടതി ശരിവെച്ചു. പക്ഷെ അതിനുശേഷം നിരത്തി പിടിച്ച് പരോളാം. മാക്സിമം പരോൾ കൊടുക്കുന്നുണ്ട്. ചെയ്യാൻ പറ്റുന്ന അത്രയും ഉപകാരം അവർ ചെയ്തു കൊടുക്കുന്നുണ്ട്. എന്തായാലും CPMന്റെ ശക്തി കേന്ദ്രമായ വേങ്ങാടിലെ പടുവിലായി ഗ്രാമത്തിൽ നിന്ന് CPMന്റെ രാക്ഷസീയമായ നിലപാടുകളിൽ പ്രതിഷേധിച്ചുകൊണ്ട് പാർട്ടി വിട്ടയാളാണ് പടുവിലായിലെ പറയപ്പെടുന്ന ഷാജി. അപ്പോൾ അദ്ദേഹത്തെ അതേ രീതിയിൽ തന്നെ ആക്രമിച്ച് കൊലപ്പെടുത്തിയത് CPMന്റെ ഒരു മനുഷ്യത്വമില്ലാത്ത പ്രവൃത്തിയാണത്. കണ്ണൂർ ജില്ലയിലെ അത്തരത്തിലുള്ള പ്രദേശങ്ങളിൽ RSSനൊരു അടിത്തറ ഇട്ട് കൊടുക്കുന്ന തരത്തിലുള്ള ഒരു പ്രവൃത്തി തന്നെയായിരുന്നു CPMന്റെ ഭാഗത്തു നിന്നുണ്ടായത്. നമ്മൾ ആദ്യമേ പറയുന്നതാണ്, ഇത്തരത്തിലുള്ള
രാഷ്ട്രീയ കൊലപാതകങ്ങളെ ഒരു തരത്തിലും ന്യായീകരിക്കാൻ സാധിക്കില്ല. പക്ഷേ ഈ രാഷ്ട്രീയ കൊലപാതകങ്ങളെ സംരക്ഷിക്കുന്ന തരത്തിലുള്ള നടപടികൾ തീർത്തും ശരിയല്ല. ഒരു അടുത്ത കഥയുമായി വീണ്ടും കാണാം.